എന്തായാലും ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് പോകാം. അവിടെ നടരാജ് പരശുരാം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അപകടം പതിയിരുന്ന 13-ാം വളവിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എനിക്ക് പിറകിൽ കാണുന്ന ഈ വഴിയിലൂടെയാണ് കഴിഞ്ഞ ദിവസം മലപ്പുറം സ്വദേശികളുടെ വാഹനം ടെമ്പോ ട്രാവലർ കടന്നു വന്നത്. ഇവിടെ എത്തിയപ്പോൾ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് താഴേക്ക് പതിക്കുകയായിരുന്നു. റോഡിൽ ഇപ്പോഴും അതിന്റെ പാടുകൾ കാണാം. വലിയ രീതിയിൽ ടയർ ഇവിടെ ഉരഞ്ഞതിന്റെ പാടുകളും മറ്റും ഇവിടെ കാണാം. ഇവിടെ നിന്നും മതിൽ ഇടിച്ചു തകർത്താണ് താഴോട്ട് പതിച്ചത്. ഇവിടെ ഇപ്പോൾ ഒരു കോഷൻ വിളക്ക് തന്നെ പോലീസ് സ്ഥാപിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ കാണാം, നേരെ താഴെ 9-ാമത്തെ വളവിൽ കാണുന്ന ആ വെളുത്ത നിറത്തിലുള്ള വാഹനം അതൊരു പൊടിയായി കിടക്കുകയാണ്. ചിന്ന ഭിന്നമാവുകയായിരുന്നു. ഏതാണ്ട് 300 മുതൽ 400 അടി വരെ താഴ്ചയിലേക്കാണ് ഈ വാഹനം പതിച്ചത്. ഇപ്പോൾ വാഹനം കിടക്കുന്ന സ്ഥലത്തായിരുന്നില്ല ഈ വാഹനം ആദ്യം വീണത്. താഴെ വീണ് ആ ക്ഷണത്തിൽ തന്നെ 8-ലധികം പേർ അവിടെ മരിക്കുകയായിരുന്നു. സമീപകാലത്ത് ഈ പ്രദേശം കണ്ട ഏറ്റവും വലിയ അപകടമാണിത്. എന്തായാലും നിയന്ത്രണം വാഹനത്തിന് നഷ്ടപ്പെട്ട് വാഹനം താഴെ പതിച്ചതാണ് എന്നാണ് അധികൃതർ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ തന്നെയാണ് അധികൃതരുടെ ഇപ്പോഴത്തെ നിഗമനം. കൂടുതൽ പരിശോധനകളും മറ്റും വരും മണിക്കൂറുകളിൽ നടത്തും എന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഈ ഭാഗത്തുകൂടെ ഇന്ന് യാത്ര ചെയ്യുന്ന ആളുകളിൽ പലരും ഇതിലെ ചില ഞെട്ടലൊക്കെ തന്നെ പങ്കുവയ്ക്കുന്നു. കാരണം ഒരു നിമിഷം இந்த இடத்துல எப்பவுமே ആക്സിഡന്റ് നടക്കുന്നുണ്ടോ എവിടെ? അത് നമുക്ക് ഈ ഭാഗത്തുള്ള ആളുകൾ എന്തായാലും ഈ സംഭവത്തിൽ പലരും വളരെ വലിയ ഞെട്ടൽ രേഖപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് മലയാളികൾ പലരും ഈ ഭാഗത്തൂടെ രാവിലെയൊക്കെ തന്നെ ട്രക്കിങ്ങിന് ഈ ഭാഗത്ത് പോകുന്നുണ്ടായിരുന്നു. അവരൊക്കെ തന്നെ അപകട സ്ഥലം കണ്ട് വലിയൊരു ഞെട്ടൽ രേഖപ്പെടുത്തുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി. എന്തായാലും മലപ്പുറത്തും കേരളത്തിലും മാത്രമല്ല ഇവിടെയും വലിയൊരു അപകടത്തിൻ്റെ ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല എന്ന് തന്നെ പറയാം. എന്തായാലും തുടർ നടപടികൾ നടത്താനൊരുങ്ങുകയാണ് ഇവിടെയുള്ള അധികൃതർ. യെസ്, അപ്പോൾ സംഭവ സ്ഥലത്തു നിന്നുള്ള വിവരങ്ങൾ കൂടിയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്ര വലിയ ദുഃഖമാണ്, അതിനെ താങ്ങാൻ കഴിയാത്തൊരവസ്ഥയാണ്. പാങ്ങും നാട്ടുകാരും അതിന് പരിസര പ്രദേശത്തുള്ള ആളുകളും എല്ലാവരും ഇവർക്ക് അന്ത്യയാത്ര നൽകാനായി അവിടെ എത്തിച്ചേർന്നതും കാണുകയാണ്. എന്തായാലും ആംബുലൻസ് അതിങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഒരു 10-40 മിനിറ്റിനകം എത്തുമെന്നുള്ള പ്രതീക്ഷ കൂടിയുണ്ട്. എന്തായാലും